السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ ജീവിതത്തെ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി അൽഹംദുലില്ലാഹ് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, മഹാന്മാരാകുന്ന സ്വഹാബത്ത് ജീവൻ തന്നെ നൽകുകയും സർവം സമർപ്പിക്കുകയും ചെയ്തത് ഈ ദീനിന് വേണ്ടിയിട്ടാണ്, ഹബീബായ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ ഗുണങ്ങളും അവരനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിസ്സംശയം ദീനീ വിഷയത്തിലാണെങ്കിലും മറ്റു ഖൈറാത്തുകളിലാണെങ്കിലും എന്നും അവര് മുന്നിൽ നിന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ വാക്കുകളിൽ തന്നെ, കുറഞ്ഞ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് ആക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമെല്ലാമായ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തും ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ മൗത്തിൽ പിന്നെ താങ്ങും തണലും എല്ലാമായി മുത്തുനബിക്ക് സംരക്ഷണമൊരുക്കിയ അബൂ താലിബ് എന്നവരുടെ മരണവും ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത ബേജാറുണ്ടാക്കുകയും ആ ബേജാറിൽ നിന്നൊരു ആക്കം നൽകാൻ, അതിൽ നിന്ന് ഹബീബായ തങ്ങൾക്ക് ഒരു സന്തോളത്തിന്റെ ഒരു സന്ദർഭമൊരുക്കാൻ അള്ളാഹു തീരുമാനിക്കുകയും ആ തീരുമാനമാണ് ഇസ്റാ മിഅ്റാജിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് തന്നെ കാണാം, നമുക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ യാത്ര പോകും അല്ലേ? പല ജാഗത്തിലേക്കും, ദാദാപാടിലേക്ക്, ലക്ഷ്മേശ്വര, ഉള്ളാളത്തേക്ക് സിയാറത്തായിട്ട് പോകും. അതല്ലാതെ തന്നെ ഒന്ന് ചില്ലൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഭാഗത്തേക്കും പോകുന്നവരാണ് നമ്മളെല്ലാം അല്ലേ? ഫാമിലി ആയിട്ട്, ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകാറുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് അല്ലാഹു തആല ഒരു യാത്ര സംവിധാനിക്കുകയും ആ യാത്ര
സൃഷ്ടിലോകത്ത് ഒരാൾക്കും പോകാൻ കഴിയാത്തതും പോയിട്ടില്ലാത്തതുമായ ഒരു യാത്രയായിരിക്കണം എന്നുള്ളതും, യുണീക്കായിരിക്കുന്ന ഒരു യാത്ര അല്ലാഹു തആല സംവിധാനിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾ മക്കയിൽ നിന്ന് വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയാണ്, ആ രാപ്രയാണമാണ് ഇസ്രാ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അതേസമയം മിഅ്റാജ് ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശലോകത്തേക്കുള്ള യാത്രയാണ്. ഇതിനാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത് എന്നുള്ള ചർച്ച വരുന്നിടത്ത് അവിടെ മസ്അദുൽ മലായിക്കത്ത്, ബഹുമാനപ്പെട്ട മലായിക്കത്ത് പോകുന്ന, അവര് കയറിപ്പോകുന്ന വഴി അത് അങ്ങനെയാണ്, അവിടെയാണുള്ളത്. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് പോയത് എന്ന് കാണാം. അതല്ല മക്കയിൽ നിന്ന് പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്തിനു പോയി? നാളെ ചോദിക്കുന്നവർക്ക് പല രീതിയിലുള്ള മറുപടികൾ പറയാൻ അവർക്ക് ബോധ്യപ്പെടുന്ന ആ ഗ്യാപ്പിലുള്ള, എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയെ പല ഭാഗത്തു നിന്നും വരുന്ന യാത്രാ സംഘങ്ങളെ കാണുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കൊടുക്കാനും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും അവിടുത്തെ ഉമ്മത്തിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഏതായാലും ഹബീബായ മുത്തുനബിയെ യാത്രയാക്കാൻ, യാത്ര കൊണ്ടുപോകാൻ അള്ളാഹു ഏൽപ്പിച്ചത് ജിബ്രീലിനെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമല്ല, ഒരു വാഹനം വേണം, അല്ലേ? ഏതാണ് ആ വാഹനം? ബുറാഖ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടത് തന്നെയാണ് ബുറാഖ്. ബഹുമാനപ്പെട്ട അനസ് തങ്ങൾ പറയാണ്, ഇസ്രായിന്റെ രാത്രിയിൽ കടിഞ്ഞാണും ജീനിയുമായി കെട്ടിയ ബുറാഖിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ആര്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. പക്ഷേ ഹബീബായ തങ്ങൾക്ക് അതിലേക്ക് കയറാൻ പ്രയാസം വന്നപ്പോ ജിബ്രീൽ ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? അബി മുഹമ്മദിൻ തഫ്അലു ഹാദാ, മുഹമ്മദ് നബിയാണോടാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന്. ഇത് കേട്ട സാധുക്ക് ബുറാഖ് വിയർത്തൊരിച്ചു എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങൾക്ക് വഴിപ്പെട്ടു കൊടുക്കുകയാണ്. അവിടത്തേക്ക് അതിന്റെ മീതെ കയറാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ബുറാഖ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ബുറാഖിനെ കണ്ടപ്പോ കത്തയേക്കാൾ, കഴുതയേക്കാൾ കുറച്ച് വലുതും കോവർ കഴുതയേക്കാൾ എന്തുവാണ് ചെറുതുമായ നീണ്ട വെളുത്ത ഒരു മൃഗം, ഒരു ആനിമലാണ് ബുറാഖ്. അതിന്റെ പ്രത്യേകത കണ്ണെത്തുന്ന ദൂരത്തേക്ക് അതിന്റെ കാലെത്തും. അങ്ങനെയാണ് ആ ബുറാഖിന് മുകളിൽ കയറിയിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്നു. അവിടെ അമ്പിയാക്കള് അവരുടെ വാഹനങ്ങൾ വെക്കുന്ന സ്ഥലത്ത് എന്റെ ബുറാഖിനെ വെച്ചു. ശേഷം പള്ളിയിൽ കയറി ഞാൻ നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. പിന്നെയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ അവിടുത്തെ മുന്നിലേക്ക് പാലിന്റെയും കള്ളിന്റെയും ഓരോ പാത്രങ്ങൾ കൊണ്ടുവന്നു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങളും അവിടുന്ന് പാലിനെ തിരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്തർതൽ ഫിത്രത, നിങ്ങൾ ഫിത്രത്തിനെ, നേർമാർഗത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് ബുറാഖിന്റെ മുകളിൽ കയറിയിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരികയും അവിടെ അമ്പിയാക്കൾക്കെല്ലാം ഇമാം നിന്നുകൊണ്ട് നിസ്കരിക്കുകയും പിന്നെ ആകാശലോകത്തേക്ക് പോവുകയാ. ആകാശലോകത്തേക്ക് പോകുമ്പോ ഒന്നാമത്തെ ആകാശത്തിലെത്തി. അവിടെ എത്തിയപ്പോ ഒന്നാനാകാശത്തിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്തൊരു ചോദ്യമാണ്, മൻ അന്ത, നിങ്ങളാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ജിബ്രീലാണ്.
വീണ്ടും ചോദ്യമാ വമൻ മഅക, നിങ്ങളുടെ കൂടെയുള്ളതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദ് നബിയാണ്. സുബ്ഹാനല്ലാഹ്, വീണ്ടും ചോദ്യമാണ് അവ ഖദ് ബുഇസ ഇലൈഹി, നിങ്ങൾ അവിടുത്തെ കൊമ്പരാൻ ഏൽപ്പിക്കപ്പെട്ടവരാണോ? നഅം ഖദ് ബുഇസ ഇലൈഹി, അതേ, എന്നോട് കൊമ്പരാൻ എന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടവരാ. അത് പറയേണ്ട താമസം സുബ്ഹാനല്ലാഹ്, വാതിലങ്ങ് തുറക്കുകയാണ്. ഫറഹബ ബി വദഅലി ബിഖൈരിൻ, എനിക്ക് ആ വാതിൽ തുറന്നതാരാ? ബഹുമാനപ്പെട്ട ആദം നബിയാണ്. അവിടുന്ന് ആ വാതിൽ തുറന്നുകൊണ്ട് എനിക്ക് മർഹബ പറയുകയാണ്. എന്നിട്ടോ ഖൈറിന് വേണ്ടിയിട്ട് എനിക്ക് ദുആ ചെയ്യുകയാ. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ റജബ് മാസം 27 രാത്രിയിലല്ലേ ആ പോകുന്നത്. ആ രാത്രിയിൽ ആദ്യ ആകാശത്തിൽ തന്നെ ആദം നബിയെ കാണാണ്. രണ്ടാമത്തെ ആകാശത്തിലേക്ക് കയറുമ്പോൾ നേരത്തെയുള്ള അതേ അനുഭവം തന്നെയാണ്. ആരാണ്? ജിബ്രീലാണ്. കൂടെയുള്ളതാരാണ്? മുഹമ്മദ് നബിയാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വാതില് തുറക്കുമ്പോ അവിടെയുള്ളതാരാണ്? ബഹുമാനപ്പെട്ട ഈസാ നബിയാണ്. അതുപോലെ തന്നെ യഹ്യ നബിയാ. പിന്നെയോ മൂന്നാമത്തെ ആകാശത്തിലേക്ക് കയറി. അവിടെയും അതേ ചോദ്യങ്ങളാണ്. വാതിൽ തുറക്കുകയാണ്. അവിടെയാണ് തന്റെ ഭംഗിയുടെ പകുതി നൽകപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുന്നത്. അവിടുന്നും സ്വാഗതം ചെയ്തു പ്രാർത്ഥിച്ചു നൽകുകയാ. അത് കഴിഞ്ഞു അടുത്ത ആകാശത്തിലേക്ക്, നാലാമത്തെ ആകാശത്തിലേക്ക് കടക്കുമ്പോ അവിടെയും നേരത്തെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു. കാണുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇദ്രീസ് നബിയാണ്. അവിടുന്നതാ വാതിൽ തുറക്കുകയാ. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ആകാശത്തിലേക്ക് എത്തിയപ്പോ അവിടെയുള്ളതും ആരാണ്? ബഹുമാനപ്പെട്ട ഹാറൂൻ നബിയാണ്. സ്വാഗതം ചെയ്യുന്നു. ഹബീബായ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആറാമത്തെ ആകാശത്തിലെത്തിയപ്പോ അവിടെയുള്ളതാരാ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബിയും കടന്ന് ഏഴാമത്തെ ആകാശത്തിലെത്തിയപ്പോ നേരത്തെയുള്ള അതേ ചോദ്യങ്ങളാ. വാതില് തുറന്ന് അകത്തേക്ക് കയറിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയാണ്. ബഹുമാനപ്പെട്ടവരവിടെ ബൈത്തുൽ മഅ്മൂറിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് എല്ലാ ദിവസവും 70,000-ഓളം മലായികത്തുകൾ പോകാറുണ്ട്. പോയവരാരും തിരിച്ചു വരാറില്ല. ഈ രീതിയിൽ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ മലായികത്ത് ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് പോകാറുണ്ടേ. ഹബീബായ തങ്ങൾ പറയാണ്, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ സിദ്റത്തുൽ മുൻതഹയിലേക്ക് കൊണ്ടുപോയി. അതിന്റെ ഇലകൾ ആനയുടെ ചെവിയോളം വലുപ്പമുണ്ട്. പിന്നെയോ അതിലെ പഴങ്ങളോ വലിയ പാത്രങ്ങളെ പോലെയുണ്ട്. അങ്ങനെ അതാ ഹബീബായ തങ്ങൾ അത്ഭുതങ്ങളെല്ലാം കണ്ടു. അങ്ങനെ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് എത്തുകയാണ്. അല്ലാഹുവിന്റെ സവിധമെത്തി. അല്ലാഹു ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് ചില വിഷയങ്ങളൊക്കെ കൊടുക്കുകയാണ്.
فأوحى الله إلي ما أوحى ففرض الله علي 50 صلاة في كل يوم وليلة. എല്ലാ രാപ്പകലിലുമായി നിർബന്ധമായി നിർവഹിക്കാൻ 50 വഖ്ത് നിസ്കാരം എനിക്ക് നൽകുകയാണ്. ആ 50 വഖ്ത് നിസ്കാരവുമായി അള്ളാഹുവിനെ കണ്ട സന്തോളത്തില് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, മാ ഫറള റബ്ബുക അലാ ഉമ്മതിക, എന്താ നബിയെ അള്ളാഹു നിങ്ങളുടെ ഉമ്മത്തിന്റെ മേൽ നിർബന്ധമാക്കിയത് 50 സ്വലാത്ത്. അവിടുന്ന് പറഞ്ഞു 50 വഖ്ത് നിസ്കാരമാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്, ഇർജിഇ ഇലാ റബ്ബിക ഫസ്അൽഹു തഖ്ഫീഫ ഫഇന്ന ഉമ്മതക ലാ യുതീഖൂന ദാലിക. നബിയെ തങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോവണം. അള്ളാഹുവിനോട് ഇത് കുറച്ചു തരാൻ പറയണം. കാരണം അങ്ങയുടെ ഉമ്മത്തിനിക്ക് ഇത് സാധ്യമല്ല. ഹബീബായ തങ്ങൾ തിരിച്ചു പോവുകയാണ്. അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബി ഖഫിഫ് അൻ ഉമ്മതി, എന്റെ ഉമ്മത്തിനിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവേ ഇതൊന്ന് കുറച്ചു നൽകണേ അല്ലാ. ഹബീബായ തങ്ങൾ മൂസ അലൈഹിസ്സലാമിന്റെ പളക കേട്ടു. ആ രീതിയിൽ 50 പ്രാവശ്യം ഹബീബായ തങ്ങൾ അള്ളാഹുവിന്റെ മുട്ടപ്പോയി അത് കുറച്ചു 5 വഖ്ത് നിസ്കാരമാവുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, യാ മുഹമ്മദു ഇന്നഹുന്ന 5 സ്വലവാത്തിൻ കുല്ല യൗമിൻ വലൈലത്തിൻ ലികുല്ലി സ്വലാത്തിൻ 10 ഫതിൽക 50 സ്വലാത്താ. നബിയെ 5 വഖ്ത് നിസ്കാരമാ, ഓരോ വഖ്തിലും 10 വഖ്തിന്റെ പ്രതിഫലമാ. അങ്ങനെ 50 വഖ്തിന്റെ പ്രതിഫലം ഈ 5 വഖ്തിന് നമ്മൾ നൽകുന്നതാ എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബിയോട് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾക്ക് വലിയ സന്തോഷമായി. തിരിച്ചു വരുമ്പോ യാ റബ്ബി യാ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളോട് മൂസ അലൈഹിസ്സലാം വീണ്ടും പറയുന്നു, ഇർജിഇ ഇലാ റബ്ബിക ഫസ്അൽഹു തഖ്ഫീഫാ. ഹബീബായ തങ്ങളെ അള്ളാഹുവിലേക്ക് പോയിട്ട് ഇനിയും കുറക്കാൻ ആവശ്യപ്പെടൂ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖദ് റജഅതു ഇലാ റബ്ബി ഹത്താ ഇസ്തഹയൈതു മിൻഹു. വേണ്ട, ഇനിയും മടങ്ങിപ്പോകാൻ ഞാൻ ലജ്ജിക്കുന്നു. അത്രത്തോളം പ്രാവശ്യം ഞാൻ അള്ളാഹുവിന്റെ മുട്ടെ പോയിട്ട് ബിസയെ കേട്ടില്ലേ. ഹബീബായ തങ്ങള് ആ 5 വഖ്ത് നിസ്കാരവുമായിട്ട് പോയിട്ട് വരികയാണ്. അതാ നമുക്ക് കൊമ്പന്ന് തരികയാണ്. ഇവിടെ കാണാം ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോടും അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആളാണ്. പക്ഷേ സാധിച്ചില്ല. അള്ളാഹുവുമായിട്ട് സംസാരിക്കാൻ പറ്റി, അതല്ലേ കലീമുല്ലാഹ് എന്ന പേരിൽ വിളിക്കുന്നത്. പക്ഷേ അള്ളാഹുവിനെ കണ്ട് ആ സുന്ദരമായ ആ സംഭാഷണം കഴിഞ്ഞു വരുന്ന ഹബീബായ തങ്ങളെ കണ്ടപ്പോ അള്ളാഹിനെ കണ്ടുവരുന്ന മുത്തുനബിയെ വീണ്ടും കാണാൻ വീണ്ടും അള്ളാഹുവിലേക്ക് തിരിച്ചയക്കുകയാണ്. അങ്ങനെയും കാണാം. ഏതായാലും 50 വഖ്തിന്റെ നിസ്കാരം ബഹുമാനപ്പെട്ട മൂസാ നബി ഇടപെട്ടുകൊണ്ട് 5 വഖ്താക്കി തരികയാണ്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ,
നമ്മളെല്ലാം ഏറ്റവും ആദ്യമായി ഞാൻ തന്നെ നമ്മളെല്ലാം നിസ്കാരത്തിന്റെ വിഷയം നല്ലോണം പരിഗണിക്കേണ്ടതുണ്ടേ. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു അവിടുന്ന് ഹദിയയായി സമ്മാനമായി നൽകിയതാ ഈ ഉമ്മത്തിനുള്ള സമ്മാനമാ. നമ്മുടെ മിഅ്റാജ്, അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്ത്, അത് നിസ്കാരമാ. ആ നിസ്കാരം ഒഴിവാക്കിയിട്ട് ജീവിതം വേണ്ടേ വേണ്ട. ഖളാ ആക്കാണ്ട് നിസ്കരിക്കാൻ നോക്കണം. നിസ്കാരമെങ്ങാനും ഖളാ ആയി പോയാൽ അത് ഉടനെ വീട്ടേണ്ടതുണ്ടേ. അതിലൊരു മടിയും വേണ്ട. നിസ്കാരം അത്രമേൽ പ്രാധാന്യമുള്ള വിഷയമാ. ഏതായാലും ഹബീബായ തങ്ങൾ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്നു. അവിടുന്നതാ ചില ആൾമാര് ഈ വിഷയം ഇങ്ങനെ കേട്ടപ്പോ ഒരേ രാത്രി കൊണ്ട്, ആ രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് മുഹമ്മദ് നബി ഇവിടുന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടുന്ന് 7 ആകാശവും കടന്ന് തിരിച്ചു വന്നു എന്ന വാർത്ത, എന്ന ന്യൂസ് കിട്ടിയപ്പോ ഇത് മുശ്രിക്കീങ്ങൾ മുതലെടുക്കുകയാണ്. കളവ് പറയായിരിക്കും മുത്തുനബി എന്ന് പറഞ്ഞിട്ട് പരത്താൻ നോക്കി. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലേക്കാണ് ആദ്യം തന്നെ ചില ആളുകൾ പോകുന്നത്. അബൂബക്കർ എന്നാണ് പേരെങ്കിലും സിദ്ദീഖ് എന്ന് അറിയപ്പെട്ടത് ഇതോടുകൂടെയാണ്. കാരണം നിങ്ങൾക്കറിയും, ഹബീബായ തങ്ങൾ ഇങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരേ ചോദ്യം, മുത്തുനബി അങ്ങനെ പറഞ്ഞു സദഖത്തു, ഞാൻ വിശ്വസിച്ചു. ഹബീബായ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നു, യാതൊരു ഡൗട്ടും നക്കില്ല. അതാണ് വാസ്തവമാക്കിയവർ. സിദ്ദീഖ് എന്ന പേര് ഹബീബായ തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് നൽകുന്നത്. ഏതായാലും മിഅ്റാജിന്റെ ഒക്കെ ശേഷം ഇസ്ലാം ശക്തിപ്പെടാണ്. ആ ശക്തിപ്പെടലിനനുസരിച്ച് ചില പ്രയാസങ്ങൾ ഹബീബായ തങ്ങൾക്കും സ്വഹാബത്തിനും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സന്തോഷത്തിന്റെ ഒരു വർത്തമാനം ഉണ്ടാകുന്നത്. എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഹജ്ജിന്റെ സമയത്ത്, അതായത് പഴയ കാലത്തെ ഉള്ള സിസ്റ്റമാണ്, ഒരു പ്രത്യേക സീസൺ ഹജ്ജിന്റെ സമയം ഏകദേശം ദുൽഹിജ്ജ മാസത്തിൽ തന്നെ അന്നേ ആളുകൾ പല ഭാഗത്തു നിന്ന് കഅബാലയത്തിന്റെ അടുക്കലേക്ക് വരാറ്. പ്രത്യേകിച്ച് മദീനയിലെ ആളുകൾ അവര് വരാറുണ്ട്. അങ്ങനെ വരുമ്പോ ഹബീബായ തങ്ങൾ ആ വരുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഒരിക്കൽ ജംറത്തുൽ അഖബയുടെ അടുക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മദീനയിലെ ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകളെ ഹബീബായ തങ്ങൾ കണ്ടുമുട്ടി. ഹബീബായ തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? മൻ അൻതും? അവര് പറഞ്ഞു, നഫറുൻ മിനൽ ഖസ്റജ്, ഞങ്ങൾ ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ടൊരു കൂട്ടമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ചോദ്യം, അഫലാ തജ്ലിസൂന ഉകല്ലിമുക്കും, അവിടെ ഇരിക്കാൻ പറ്റുമോ? എനിക്കും കൂടെ സംസാരിക്കണം. ഹബീബായ തങ്ങളോട് അവർ പറഞ്ഞു, ഞാൻ ഓക്കെ ഇരിക്കാം. ഹബീബായ തങ്ങളോടൊപ്പം അവർ ഇരുന്നു. ഹബീബായ തങ്ങൾ അല്ലാഹുവിലേക്ക് അവരെ ക്ഷണിക്കുകയും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും വിശുദ്ധ ഖുർആൻ അവർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്യുകയാണ്. മദീനയില് ഖസ്റജ് ഗോത്രക്കാർക്കൊപ്പം അഹ്ലു കിതാബുകാരായ ജൂതന്മാരും ജീവിച്ചിരുന്നു. അതേസമയം ഔസ് ഖസ്റജ് ഗോത്രക്കാർ അവർക്കുണ്ടായിരുന്ന അംഗബലം, അവിടെ അത്ര ആൾമാര് ജൂതന്മാര് ഇല്ല, അവർ കുറച്ച് ആൾക്കാർ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ജൂതന്മാരിങ്ങനെ പറയും. എന്താ പറയാ? ഇന്ന നബിയ്യൻ സയുബഅതുൽ ആൻ ഖദ് അളല്ല സമാനുഹു നത്ബഉഹു ഫനഖ്തുൽകും മഅഹു. അവരിങ്ങനെ പറയും, ഒരു പ്രവാചകൻ, ഒരു നബി വരാൻ, ആ നബിയുടെ കാലം അടുത്തെത്തിയിട്ടുണ്ട്, ഞങ്ങൾ ആ നബിയെ പിന്തുടരുകയും
അദ്ദേഹത്തോടൊപ്പം കൂടി നിങ്ങളെ വധിച്ചു കളയുകയും ചെയ്യും എന്നിങ്ങനെ ഔസ് ഖസ്റജ് ഗോത്രക്കാരോട് ആ ജൂതന്മാർ പറയാറുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മദീനത്തെ ആൾമാർക്ക്, പ്രത്യേകിച്ച് ഖസ്റജ് ഗോത്രക്കാർക്ക് അറിയാം ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ നബിയുടെ കാലം അടുത്തെത്തിയിട്ടുണ്ട് എന്ന വിഷയം അറിയുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹബീബായ തങ്ങളുമായിട്ടുള്ള ഈ ഒരു മീറ്റപ്പ് ഉണ്ടാകുന്നത്. ഇത് സംഭവിച്ച സമയം ഖസ്റജ് ഗോത്രക്കാരോട് ഹബീബായ തങ്ങൾ സംസാരിച്ചപ്പോൾ ജൂതന്മാര് മദീനയിൽ വെച്ച് ഇങ്ങനെ പറയാറുള്ള ആ ഒരു വിഷയം, ആ കാര്യവും മനസ്സിലാക്കിയിട്ട് അവർക്ക് ഉറപ്പായി ഇതാണ് ആ നബി, ഇതാണ് ആ പ്രവാചകര് എന്ന് മനസ്സിലാക്കുകയും ആ ജൂതന്മാർക്ക് മുമ്പ് നമ്മൾ തന്നെ ഹബീബായ തങ്ങൾക്ക് അരികിലെത്തണം. അതായത് ഈ വിഷയം ജൂതന്മാർ അറിയുന്നതിന് മുമ്പ് നമുക്ക് ജൂതന്മാർ ഈ നബിയുടെ അടുക്കൽ നമുക്ക് മുമ്പ് എത്താതിരിക്കട്ടെ എന്ന് പറയുകയും അങ്ങനെ അവർ ഹബീബായ തങ്ങൾക്ക് അനുകൂല മറുപടി നൽകുകയും അവരിൽ നിന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവും അടക്കം 6 പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഈ കടന്നുവരവിനെയാണ് ഒന്നാം അഖബ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അൽ അഖബത്തുൽ ഊല. ഇത് കഴിഞ്ഞ് നുബുവത്തിന്റെ 12ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഒന്നാം അഖബ നടക്കുന്നത് നുബുവത്തിന്റെ 11ാം വർഷമാണ്. അങ്ങനെ കുറച്ച് ആളുകൾ മദീനയിലേക്ക് പോവുകയും ഇസ്ലാമിന്റെ സന്ദേശം അവിടെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ചെയ്യാമെന്നൊക്കെ അവർ മുത്തുനബിയോട് കരാറെടുത്തിട്ടുണ്ട്. ആ കരാർ പ്രകാരം അവരവിടെ ഹബീബായ തങ്ങളെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിപ്പാട്ടാനും മറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. ഏതായാലും നുബുവത്തിന്റെ 12ാം വർഷം മദീനയിൽ നിന്ന് 12 ആളുകൾ വന്ന് ജംറത്തുൽ അഖബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്തു. അതിൽ നേരത്തെ മുസ്ലിമായവർ ഒരാളൊഴികെ ബാക്കി 5 പേരുണ്ടായിരുന്നു. ഹൗസ് ഗോത്രക്കാരായ 2 പേര് കൂട്ടത്തിലുണ്ടായിരുന്നു. ആകെ 10 ഖസ്റജ് ഗോത്രക്കാരും 2 ഹൗസ് ഗോത്രക്കാരും, ടോട്ടൽ 12 ആൾമാരാണ് വന്നത്. ഹബീബായ തങ്ങൾ അവരോട് ശിർക്ക്, കളവ്, വ്യഭിചാരം, സന്താനങ്ങൾ, മക്കളെ കൊല്ലുക, പിന്നെ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി പറഞ്ഞടക്കുക, നല്ല കാര്യങ്ങളോട് എതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കരാറ് വെക്കാൻ പറഞ്ഞു. അവർ കരാറ് വെച്ചു. അവര് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ തങ്ങൾ പറഞ്ഞയക്കുകയും ചെയ്തു. ഇതാണ് 2ാം അഖബ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 3ാമതൊരു അഖബ കൂടെയുണ്ട്. അതോടുകൂടെയാണ് യഥാർത്ഥത്തിൽ മദീന ഹിജ്റക്ക് വേണ്ടി പാകപ്പെടുന്നത്. 3ാം അഖബയെ കുറിച്ച് കാണാം. പിറ്റത്തെ വർഷം, അതായത് 3ാമത്തെ വർഷം, മദീനയിൽ നിന്ന് വന്നവരുടെ നേതാവ് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അസ്അദ് ബിൻ സുറാറ തങ്ങളും ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനക്കാരായ 70 പേരെയും ജംറത്തുൽ അഖബയിൽ ഒരുമിച്ച് കൂട്ടുകയും അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറയാണ്, നിങ്ങളിൽ നിന്ന് ഒരാൾ സംസാരിക്കണം, സമയം ജാസ്തി എന്താക്കരുത്, ലിയതകല്ലം മുതകല്ലിമുക്കും വലാ യുതവ്വിലു, അല്ലേ, ദീർഘിക്കാതെ സംസാരിക്കണം എന്ന് പറഞ്ഞു. കാരണം ഖുറൈശികൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുറൈശികളെങ്ങാനും നമ്മളിവിടെ കൂടുന്നതും ഈ വിഷയങ്ങൾ അറിഞ്ഞാൽ നിങ്ങളെ അവർ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുകയും അങ്ങനെ അസ്അദ് ബിൻ സുറാറ എന്നവര് സംസാരിക്കാൻ, യാ റസൂലല്ലാഹ് ഇഷ്തരിത് ലിറബ്ബിക വഷ്തരിത് ലിനഫ്സിക വദ്കുർ മാ ലനാ ഇദാ ഖബിൽനാ. ചോദിക്കുന്ന ചോദ്യം, ഓ റസൂലുള്ളാഹ്, അങ്ങയുടെ റബ്ബിലുള്ള നിബന്ധനകൾ എന്തെല്ലാം, അങ്ങേക്കുള്ള നിബന്ധനകൾ എന്തെല്ലാം? ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് ശിർക്കാക്കരുത്, അവനിക്ക് പങ്കുകാരെ ചേർക്കരുത്. പിന്നെയോ വൻ തംനഊനി മിമ്മാ തംനഊക മിമ്മാ തംനഊന മിൻഹു അൻഫുസകും വഔലാദകും. പിന്നെ നിങ്ങൾ എന്നോട് ചെയ്യേണ്ട നിബന്ധന, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മക്കൾക്കും നൽകുന്ന അതേ സംരക്ഷണം എനിക്കും നൽകണം എന്ന് പറയാണ്.
ആ സമയത്ത് അസ്അദ് തങ്ങൾ ചോദിക്കുകയാണ്, അല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഹബീബായ തങ്ങൾ പറഞ്ഞു, അൽ ജന്ന, സ്വർഗം കിട്ടും. ആ സമയത്ത് അവർ പറഞ്ഞു, റദീന, എങ്കിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു, ഞങ്ങൾ ഓക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഉടമ്പടി നടക്കുമ്പോൾ, ഈ ഒരു വിഷയം നടക്കുമ്പോൾ ഇബ്ലീസ് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, യാ മഅ്ശറ ഖുറൈശിൻ ഹൗലാഇ സിബാതു ഖദ് ഇജ്തമഉ മഅ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുയായിഊന അലൈക്കും. എന്താ പറയുന്നത്? ഓ ഖുറൈശികളെ, ഈ കുട്ടികൾ മുഹമ്മദ് നബിയോടൊപ്പം കൂടിയിട്ട് നിങ്ങൾക്കെതിരെ കരാറിൽ ഏർപ്പെടുന്നുണ്ട്, ബൈഅത്താക്കുന്നുണ്ട് എന്നെല്ലാം തുടങ്ങിയിട്ട് ഇയാൾ പറഞ്ഞു നടന്നു എന്ന് കാണും. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെയുള്ളവരും അവിടുന്ന് മാറുകയും മുശ്രിക്കീങ്ങൾ വന്നു നോക്കിയപ്പോൾ ആരെയും കാണാൻ സാധിച്ചില്ല എന്ന് കാണാൻ പറ്റും. ഏതായാലും ബഹുമാനവിടെ ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. 3-ാം അഖബ കഴിഞ്ഞത് മുതൽ, അതായത് ഈ പറഞ്ഞതാണ് 3-ാമത്തെ അഖബ, ഇത് കഴിഞ്ഞത് മുതൽ കഴിഞ്ഞ് 3 മാസം അല്ലെങ്കിൽ അതിനോടടുത്ത സമയമായപ്പോഴാണ് ഹബീബായ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പുറപ്പെടുന്നത്. ഹബീബായ തങ്ങളുടെ ഹിജറ, മദീനയിലേക്കുള്ള യാത്ര, മദീന കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കും കാത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഏതായാലും ക്ലാസ് മനസ്സിലാകുന്നുണ്ടാകും. വിഷയങ്ങൾ നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വിഷയങ്ങളൊക്കെ നോട്ട് ചെയ്യുക, എഴുതി വെക്കേണ്ടത് എഴുതി വെക്കുക, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല ആൾമാരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.